ഇരിട്ടി നടുവനാട് സമദർശിനി ഗ്രന്ഥാലയം ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾ എഴുത്തുകാരുമായി സംവദിച്ചു. എഴുത്തുകാരായ മനീഷ് മുഴക്കുന്ന്, ശ്രീജൻ പുന്നാട്, വിജയലക്ഷ്മി ടീച്ചർ, തലച്ചങ്ങാട് ബാബു, അരുൺ വെളിയമ്പ്ര, ഷിജു അട്യലം എന്നിവർ വിശിഷ്ടാതിഥികളായി. നഗരസഭാ കൗൺസിലർ എം വി ശ്രീന ആശംസയർപ്പിച്ചു. ബാലവേദി പ്രസിഡന്റ് എൻ അർണവ്, കെ മാളവിക, ഗ്രന്ഥാലയം ഭാരവാഹികളായ കെ ശശി, ബൻഹർ കോട്ടത്തുളപ്പിൽ, കെ പ്രേമനിവാസൻ, സ്മിജേഷ് മുട്ടത്തിൽ, കെ ഉഷാകുമാരി എന്നിവർ നേതൃത്വം നൽകി. എഴുത്തുകാർ എഴുത്തിലേക്ക് വന്ന വഴികളെക്കുറിച്ചും പുതിയ കാലഘട്ടത്തിൽ എഴുത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചും കവിതകളിലെ ആധുനിക ശൈലിയെക്കുറിച്ചും കുട്ടികളും എഴുത്തുകാരും ചർച്ച ചെയ്തു. അവരിപ്പോഴും ഹൈക്ക് കവിതകൾ, അതുപോലെ തന്നെ മെട്രോ കഥകൾ, അങ്ങനെ വളരെ ചുരുങ്ങിയ രീതിയിലുള്ള വാക്കുകളിൽ ഒരു വലിയ ആശയ സമുദ്രത്തിലാണ് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അന്ന് ആ കാലഘട്ടത്തിലുണ്ടായിരിക്കുന്ന സാമൂഹിക തിന്മകൾക്കെതിരായിട്ടായിരിക്കും പലപ്പോഴും തകഴിയും എസ് കെ പൊറ്റക്കാടും ഒക്കെ ബഷീറും ഒക്കെ സംസാരിച്ചതെങ്കിൽ ഇന്ന് ചുറ്റും നടക്കുന്ന സാമൂഹിക തിന്മകളെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ആധികാരികമായി പറയാനില്ല. പക്ഷേ കവിത എന്നത് ഒരു കാലഘട്ടത്തിൽ ഒരു താളത്തിൽ ആണ് പാടിയിട്ടുള്ളത്. കവിത എപ്പോഴും പിറന്നു വന്നതെന്ന് പറയുന്നത് തൊഴിലിടങ്ങളിൽ അവിടെ അധ്വാനിക്കുന്ന മനുഷ്യരുടെ അവരുടെ അധ്വാനം ലളിതവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെ ഒരു ഈരടികളാക്കി നമ്മുടെ ജീവിതം